ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹാത്മാ പുരസ്കാരം 2022-23. അപ്പോൾ ഏത് മേഖലയിലാണ് മഹാത്മാ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാന ജില്ലാ തലങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കുമാണ് മഹാത്മാ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം സ്ഥാനം കിട്ടിയ ബ്ലോക്ക് പഞ്ചായത്ത് പെരുങ്കടവിള ബ്ലോക്ക് പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലാണ്. രണ്ടാം സ്ഥാനം ലഭിച്ചത് അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. മൂന്നാം സ്ഥാനം ലഭിച്ചത് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത്, അത് ആലപ്പുഴ ജില്ലയിലാണ്. ഇനി സംസ്ഥാന തലത്ത് മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം സ്ഥാനം ലഭിച്ചത് വെള്ളറട, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. രണ്ടാം സ്ഥാനം ലഭിച്ചത് എടപ്പാൾ ഗ്രാമപഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലാണ്. മൂന്നാം സ്ഥാനം ലഭിച്ചത് കള്ളിക്കാട്, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. നാലാം സ്ഥാനം ലഭിച്ചത് പുത്തൂര്, അത് പാലക്കാട് ജില്ലയിലാണ്. സ്ഥലങ്ങളുടെ ഒക്കെ പേര് ഓർത്തിരിക്കാനായിട്ട് എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചെറിയ ചെറിയ കോഡൊക്കെ ഉണ്ടാക്കി പഠിക്കുന്നതാണ് എളുപ്പം. ഞാൻ ഉണ്ടാക്കിയ ചെറിയ കോഡ് ഷെയർ ചെയ്യാം. ഇഷ്ടമായാൽ മാത്രം നിങ്ങൾ പഠിക്കാനായിട്ട് എടുക്കുക, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. നമ്മുടെ രീതിയിൽ തന്നെ പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് എങ്ങനെ ഓർത്തിരിക്കാം എന്ന് നോക്കാം. മഹാത്മാ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് തൊഴിലുറപ്പ് മേഖലയിലുള്ളവർക്കാണ്. അപ്പോൾ ഈ തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരൊക്കെ വിളവ് കൊയ്യാനാണ് പോകുന്നതെന്ന് ഓർക്കാം. അപ്പോൾ അവർ പാട്ടൊക്കെ പാടിയാണ് ഇങ്ങനെ വിളവ് കൊയ്യാൻ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് റോഡിലൊരു കുഴി കാരണം അവർ ഭയങ്കര ബ്ലോക്കായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് റിലേറ്റ് ചെയ്യാം. തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരെന്തിനാണ് പോകുന്നത്? വിളവ് കൊയ്യാനാണ് പോകുന്നത്. പെരുങ്കട വിള. അതുപോലെ അവർ പാട്ടൊക്കെ പാടിയാണ് പോകുന്നത്. അപ്പോൾ അട്ടപ്പാടി. ഇനി പോകുന്ന വഴിക്ക് എന്താണ്? കുഴി കാരണം ബ്ലോക്ക് കിട്ടി. അപ്പോൾ കുഴി എന്ന് പറയുന്നത് കഞ്ഞിക്കുഴി എന്ന് ഓർക്കാം. ബ്ലോക്ക്. അപ്പം നമ്മൾ ഇത്രയും ഓർത്തിരുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ്. 1, 2, 3 ഓർഡറിലാണ് ഓർത്തിരുന്നത്. ഇനി മികച്ച പഞ്ചായത്തുകൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസെൻഡിങ് ഓർഡറാണ്. അതായത് 4ാം സ്ഥാനം തുടങ്ങി മുകളിലേക്ക് എങ്ങനെ ഓർത്തിരിക്കാമെന്ന് നമുക്ക് നോക്കാം. പഞ്ചായത്തിൽ കുറേ സ്ഥലവും ബിൽഡിങ്ങും ഒക്കെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ്. അപ്പം അതൊക്കെ പുത്തനാക്കാനായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഏൽപ്പിക്കും. അവർ പോയിട്ട് അവിടുത്തെ കാടൊക്കെ വെട്ടിത്തെളിക്കും. ഇടയ്ക്കിടയ്ക്ക് വെള്ളം പൂശിക്കൊടുക്കും. ഇനി നമുക്കിത് കണക്ട് ചെയ്യാം. പഞ്ചായത്തിൽ കുറേ സ്ഥലം എന്ന് പറഞ്ഞാൽ, അപ്പോൾ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ മികച്ച പഞ്ചായത്തുകൾക്കുള്ള അവാർഡാണ് നമ്മൾ ഓർത്തിരിക്കാൻ പോകുന്നത്. കുറേ സ്ഥലം ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നു. അതൊക്കെ പുത്തനാക്കാനായിട്ട്, അപ്പോൾ പുത്തൂർ 4ാം സ്ഥാനം കിട്ടിയ പുത്തൂർ ആരെയാണ് ഏൽപ്പിക്കുന്നത്? തൊഴിലുറപ്പ് തൊഴിലാളികളെയാണ്. അവർ പോയിട്ട് അവിടുത്തെ കാടൊക്കെ വെട്ടിത്തെളിക്കും. കാട്, കള്ളിക്കാട്. 3ാം സ്ഥാനം കിട്ടിയത് കള്ളിക്കാട്. വെട്ടിത്തെളിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് വെള്ളപൂശി കൊടുക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നുള്ളതിൽ നിന്ന് എടപ്പാൾ, അങ്ങനെ ഓർത്തിരിക്കാം. വെള്ളപൂശി എന്നുള്ളത് വെച്ചിട്ട് വെള്ളറട. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്